വെൽക്കം ടു ഫൈസ് വേൾഡ്. ഇന്ന് നമുക്ക് ബോട്ടി എങ്ങനെ നമുക്ക് തോരൻ വെക്കാമെന്ന് നോക്കാം. ബോട്ടി തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ? ഇങ്ങനൊന്ന് തോരൻ വെച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ആടിൻ്റെ ചെറുകുടലാണ്. അത് നന്നായിട്ട് മഞ്ഞളൊക്കെ ഇട്ട് നന്നായിട്ട് ആദ്യം വാഷ് ചെയ്ത് ഒരു കുക്കറിലോട്ടെടുത്ത് ഈ നമ്മുടെ വാഷ് ചെയ്തത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെന്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. എളുപ്പത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് നമ്മളൊന്ന് ആവി കയറ്റുന്നത്. ഇപ്പോൾ ഒന്ന് വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുമുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട സവാള വഴറ്റാം. 2 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. സവാള നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതും ഒന്ന് 5 മിനിറ്റ് സോൾട്ട് ചെയ്തതിന് ശേഷം മസാലക്കൂട്ടുകൾ ചേർക്കാം. അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെയും പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ബോട്ടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ബോട്ടി ചേർക്കുന്ന പരിപാടിയാണ് അടുത്തതായിട്ടുള്ളത്. ബോട്ടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലായിടവും മസാല ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് വേണ്ട നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിൻ്റെ ആയിട്ട് തേങ്ങ, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, നെട്ടനെയുള്ള കുരുമുളക് ഇത്രയാണ് നമുക്ക് വേണ്ടത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മസാല തയ്യാറാക്കാം. ഇനി കുറച്ച് പച്ചമുളകും കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ബോട്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവസാനം കുറച്ച് ഗരം മസാല പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.